നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി രഞ്ജിത്ത് മേനോൻ ടി. 36 വയസ്സ്, 2 ദോഷം. 2 ദോഷമാണ് ജാതകം കാട്ടിയിരിക്കുന്നത്. MCom, MBA, ഇപ്പോൾ CMA കൂടെ ചെയ്യുന്നു. 6'1" ഹൈറ്റ്, 88 kg. മിഡിൽ ക്ലാസ് ഫാമിലി. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ബാംഗ്ലൂർ അക്കൗണ്ടൻ്റായിട്ട്, നല്ല റെപ്യൂട്ടഡ് മൾട്ടിനാഷണൽ കമ്പനി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂരാണ് സ്വദേശം. അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. ഒരിക്കൽ കൂടെ രഞ്ജിത്ത് മേനോനെ കുറിച്ച് ഞാൻ പറയാം. രഞ്ജിത്ത് മേനോൻ്റെ നക്ഷത്രം അത്തം, 36 വയസ്സ്, ഹൈറ്റ് വന്നിട്ട് 6'1", 88 കിലോ വെയിറ്റ്. ഒരു ബ്രദർ ഉണ്ട്, അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. ഈ കുട്ടി വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ഒരു റെപ്യൂട്ടഡ് MNCയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അവരുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് MCom, MBA, ഇപ്പോൾ CMA പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രഞ്ജിത്തിനെ കുറിച്ച് പറയാനുള്ളത്. രഞ്ജിത്ത് തൃശ്ശൂർ സ്വദേശിയാണ്. തൃശ്ശൂരാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്, പാരൻസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അച്ഛൻ ശിവശങ്കരൻ, K. ശിവശങ്കരൻ, അദ്ദേഹം മരണപ്പെട്ടു പോയിരിക്കുന്നു. അമ്മ, ബ്രദർ, ഇവരൊക്കെയാണ് വീട്ടിലുള്ളത്. ഇരിഞ്ഞാലക്കുടയാണ് ഇവരുടെ സ്വദേശം. ഒരിക്കൽ കൂടെ രഞ്ജിത്ത് മേനോനെ കുറിച്ച് പറയാം. രഞ്ജിത്ത് മേനോൻ്റെ നക്ഷത്രം അത്തമാണ്, ദോഷം 2 ദോഷം 2 എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഓരോ പണിക്കന്മാരും അല്ലെങ്കിൽ ഓരോ ജ്യോത്സ്യരും നോക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്യും ഇത്. ചിലർക്ക് അത് 1.5 ദോഷമായിരിക്കും കാണുള്ളൂ, ചിലർക്ക് 1 ദോഷമായിരിക്കും, ചിലർക്ക് 2 ആയിരിക്കാം. അപ്പോൾ അത് ഇങ്ങനെ കറക്റ്റ് ഇതാണല്ലോ എന്ന് നോക്കിയിട്ട് വിളിക്കാതിരിക്കുകയൊന്നും വേണ്ട. അത്യാവശ്യം പെൺകുട്ടികൾക്ക് മാച്ചിങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കേസുകളൊക്കെ വിളിക്കണം. ഈ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് MBA, MCom, പിന്നെ ഇപ്പോൾ CMAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുകയാണ്. തൃശ്ശൂർ സ്വദേശിയാണ്. അച്ഛൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. അമ്മ ഹൗസ് വൈഫ് ഇവിടെ തന്നെ ഉണ്ട്, നാട്ടിലാണ്, ഇരിഞ്ഞാലക്കുടയാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയൽ കോൺടാക്ട് ചെയ്യുക. വള്ളുവനാട് മാട്രിമോണിയലിൽ കോൺടാക്ട് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യലാണ് ആദ്യത്തെ നടപടി. ആൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രഞ്ജിത്ത് മേനോൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു 2 വരി കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് മാത്രം കല്യാണം നടന്നോളണമെന്നില്ല. നമ്മളുടെ എഫേർട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മളുടെ ഓരോരോ പ്രവൃത്തികൾ, കാര്യങ്ങൾ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഈ മാരേജിൻ്റെ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിലേ ആവുന്നുണ്ടെങ്കിൽ. നന്നായിട്ട് സംസാരിക്കുക. കുട്ടികളുടെ റിക്വയർമെൻറ്റ്സ് രക്ഷിതാക്കൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് ബാംഗ്ലൂരുള്ള പെൺകുട്ടികളെ കിട്ടുന്നതായിരിക്കും നന്നാവുക. ബാംഗ്ലൂരിലുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ ബാംഗ്ലൂരിലുള്ള ആൺകുട്ടികളെ കിട്ടുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ലൊക്കേഷൻ, ജോബ് ലൊക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ഹൈറ്റ്, വെയ്റ്റ്, കുടുംബം, കാര്യങ്ങൾ, ഇത് എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് സംസാരിച്ച് മക്കളുമായി സംസാരിച്ചതിന് ശേഷം വേണം ഈ ഫീൽഡിലോട്ട് വരാൻ. ഇല്ലെങ്കിൽ അച്ഛൻ അമ്മ തീരുമാനിക്കും, മക്കൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മക്കളോട് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. മക്കൾ
ഒരു ബുദ്ധിമുട്ട്, അതായത് ഇങ്ങനെ മക്കളോട് ഏത് സമയം ചോദിക്കും കല്യാണം വേണ്ടേ കല്യാണം വേണ്ടേ, അപ്പം മക്കൾ പറയാം നോ നോക്കിക്കോളൂ പറയും. കാര്യം ഈ നോക്കിക്കോളൂ എന്ന് പറയണത് ഇവനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തേണ്ട വെച്ചിട്ടാണ് അവൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണോ, ഉള്ളിലിരിപ്പ് എന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പാരൻസ് ശ്രമിക്കണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ പൊതുവെ കാണുന്നത് ഒരുവിധം എല്ലാ ഹിന്ദു സമുദായം അല്ലെങ്കിൽ നായർ, വിശിഷ്യ നായർ സമുദായം, പാരൻസ് എല്ലാവരും ജ്യോതിഷ പണ്ഡിതന്മാരാണ്. അപ്പം ഇത്രയും ജ്യോതിഷ പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, സംസാരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കഴിയുന്നത് സംസാരിക്കാതിരിക്കുക. ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ സംസാരിച്ചോളൂ, ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ചോളൂ, ആ കുട്ടിയുടെ പഠിച്ച സ്കൂളിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞോളൂ. ഇതിനൊക്കെ പറ്റി സംസാരിക്കാം. പക്ഷെ ജാതകം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് കഴിയുന്നതും അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഒഴിവാക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് ഹോറോസ്കോപ്പ്, കുട്ടിയുടെ ആരാണോ അന്വേഷിച്ച് വരുന്നത് എങ്കിൽ അവർക്ക് ഹോറോസ്കോപ്പ് അയച്ചു കൊടുക്കുക, അവർ നോക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കാൻ നമ്മൾ നോക്കുക. കാരണം ഇവിടെ പല ആളുകളും ഞാൻ കാണുന്നുണ്ട്, ഹോറോസ്കോപ്പും ഫോട്ടോ ഒക്കെ അയക്കാൻ ഭയങ്കര മടിയാണ്. അത് ഇനി പലതും മനിപ്പുലേറ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. അങ്ങനെ ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എത്ര കാലം നമുക്കിങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റും? ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണ്ടേ? ആൺകുട്ടികളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 32 വയസ്സായി കഴിഞ്ഞു. ഒരു 36, 38 എത്തുമ്പോഴേക്കും ഇവർക്ക് ജാതകം നോക്കണ്ട, ഒന്നും നോക്കണ്ട. അത്രയും കാലം 26 വയസ്സ് മുതൽക്ക് നോക്കാൻ തുടങ്ങിയതായിരിക്കും. 10-12 വർഷക്കാലം ഇതെല്ലാം വെച്ച് അവസാനം